നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കാവലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടമിറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു. തളിർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ ആഗ്രഹം നിറവേറ്റി കളക്ടർ. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊരട്ടി മുരിങ്ങൂർ ജംഗ്ഷനിൽ ബ്രേക്ക് ഡൗൺ ആയ KSRTC ബസ് റിപ്പയർ ചെയ്യാൻ മുന്നിട്ടിറങ്ങി പോലീസുകാരൻ. ഇംഗ്ലീഷ് ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുതി 4ാം ക്ലാസ്സുകാരി. വാർത്തകൾ വിശദമായി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കാവലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടമിറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു. കർഷകനായ കുഴുപ്പുള്ളി രവിയുടെ തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത്. 7 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് രവി കൃഷി ഇറക്കിയത്. വിളവെടുത്തു തുടങ്ങിയ കൃഷി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് നേരിട്ടത്. 600ഓളം വരുന്ന പടവലത്തിൻ്റെ കടഭാഗത്തെ മണ്ണ് കുത്തിയിട്ട് നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം മുതൽ പടവലത്തിന് വില കൂടിയതോടെ തോട്ടത്തിൽ വിളവെടുക്കാൻ എത്തിയപ്പോഴാണ് കൃഷി നശിച്ച നിലയിൽ കണ്ടത്. പ്രദേശത്തെ ഉപയോഗശൂന്യമായ പറമ്പുകൾ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായതായി കർഷകർ പറയുന്നു. കർഷകന് നേരിട്ട നഷ്ടം നികത്താൻ പഞ്ചായത്തും കൃഷിഭവനും ഇടപെടണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷി ഇറക്കിയത്. ഒറ്റ രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി ഭൂരിഭാഗം കൃഷിയും നശിപ്പിച്ചതോടെ കർഷകൻ കടക്കെണിയിലായ അവസ്ഥയിലാണ്. ഒരു ദിവസം കൊണ്ട് 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. മാസങ്ങളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പഞ്ചായത്തിൻ്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ പലതവണ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിച്ച് മേഖലയിലെ എല്ലാ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊന്ന് കൃഷി സംരക്ഷിക്കണമെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PR ഡേവിസ്, PD ആൻറ്റോ, രാജു കിഴക്കോടൻ എന്നിവർ ആവശ്യപ്പെട്ടു. നമ്മുടെ അളഗപ്പ പഞ്ചായത്തിലെ 7ാം വാർഡിലും 8ാം വാർഡിൽപ്പെട്ട കാവല്ലൂർ തോട്ടുരുത്തി പച്ചളിപ്പുറം പ്രദേശത്ത് ഈ വേനൽക്കാലത്ത് വളരെ വെള്ളത്തിന് ക്ഷാമം നിൽക്കുന്ന സമയത്താണ് 7ഓളം ഏക്കറ പാടശേഖരം പാട്ടത്തിനെടുത്ത് രവി കുഴുപ്പള്ളി എന്ന് പറഞ്ഞ ചേട്ടൻ കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അവിടെ വിവിധതരം കൃഷികളുണ്ട്. വ്യാപകമായ പടവലം കൃഷിയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിൽ നിരവധി കാട്ടുപന്നികൾ വംശ വർധനവ് വരുത്തി അത് ഇവിടെ വന്ന് കയറി കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഈ പാവപ്പെട്ട കർഷകന് ഏകദേശം ഒരു കിലോന് 7 രൂപയോളം വിലയുണ്ടായിരുന്നുള്ള പടവലങ്ങി ഇപ്പോൾ 30 രൂപയോളമായി വരുന്നു. ഈ വേളയിലാണ് ഏകദേശം നമുക്ക് ഒരു 10-700ഓളം കടകൾ വ്യാപകമായി കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സാമ്പത്തിക സഹായം ചെയ്യണമെന്നും കൂടാതെ നമ്മൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൂടുതൽ ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് കവിത കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും 5 ഏക്കർ എടുത്ത് പാട്ടത്തിനെടുത്ത കൃഷി ചെയ്യുന്നത് മാരകമായിട്ട് പന്നിയുടെ ശല്യമാണ്. 7 ഏറെന്ന് വില, ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ചിലവുള്ളതാ. തളിർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ ആഗ്രഹം നിറവേറ്റി കളക്ടർ. ജില്ലാ കളക്ടറുമായി സംവദിക്കുന്നതിനിടെയാണ് വേലൂർ തളിർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾ അവരുടെ കുഞ്ഞാഗ്രഹം പറഞ്ഞത്. മുൻപ് TV-യിൽ കണ്ടു മനസ്സിലാക്കിയ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ചോദിച്ചും പൂരത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞും അവർ പൂരം കാണാൻ ഞങ്ങളെയും കൊണ്ടുപോകുമോ എന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനോട് ചോദിച്ചു. ഇത്തവണ തൃശ്ശൂർ പൂരം പൂരപ്പറമ്പിൽ നിന്ന് അടുത്ത് കാണിക്കാൻ അവസരം ഒരുക്കിത്തരാമെന്ന് കളക്ടർ കുട്ടികൾക്ക് ഉറപ്പ് നൽകി. തിരക്കുകൾക്കിടയിലും കുട്ടികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ കളക്ടർ മറന്നില്ല. പൂരത്തിൻ്റെ തിരക്കിനിടയിലും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും വിശേഷങ്ങൾ ചോദിച്ചറിയാനും കളക്ടർ സമയം കണ്ടെത്തി. ജീവിതത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരം നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിച്ചതിനും ആനകളെ തൊട്ടടുത്ത് കാണാൻ അവസരം ഒരുക്കി നൽകിയതിനും ജില്ലാ കളക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ മടങ്ങിയത്.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പൂരത്തിന് കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. തളിർ BRCയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയും വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അടങ്ങുന്ന 40 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതിരപ്പള്ളി എസ്റ്റേറ്റിൽ 1-ാം ബ്ലോക്കിലെ മുനിത്തടം ഭാഗത്താണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അസഹ്യമായ ദുർഗന്ധം മൂലം തോട്ടം തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ നടത്തിയ പരിശോധനയിൽ കൊമ്പനാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. റോഡിൽ നിന്നും 1/2 കിലോമീറ്ററോളം മാറി പ്ലാന്റേഷന് അകത്തെ മുളംകാട്ടിലാണ് ജഡം കണ്ടെത്തിയത്. ജഡത്തിന് ദിവസങ്ങളോളം പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിലാണ്. ആന ചരിഞ്ഞതിൻ്റെ കാരണം വ്യക്തമല്ല. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ആന ചരിഞ്ഞതിൻ്റെ കാരണം അറിയാൻ കഴിയുകയുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊരട്ടി മുരിങ്ങൂർ ജംഗ്ഷനിൽ ബ്രേക്ക് ഡൗണായ KSRTC ബസ് റിപ്പയർ ചെയ്യാൻ മുന്നിട്ടിറങ്ങി പോലീസുകാരൻ. മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഒറ്റവരി ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്ന ഭാഗത്ത് ബ്രേക്ക് ജാമായി റോഡിൽ ബ്ലോക്കായി കിടന്ന KSRTC ബസ് നന്നാക്കി കൊടകര പോലീസ് സ്റ്റേഷനിലെ ഇഞ്ചക്കുണ്ട് സ്വദേശിയായ ഡെനിൻ KJ എന്ന പോലീസുകാരൻ. വളരെ ക്രിട്ടിക്കലായിട്ട് ഉള്ളൊരു സമയത്തായിരുന്നു ഞങ്ങൾ ഇടപെട്ടിരുന്നത്. അതായത് ഒരു ബൈക്ക് പോലും ആ സിംഗിൾ ലൈനിൽ കൂടെ അവിടെ സ്ലോ ആയി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആവും. ആ സമയത്താണ് ഒരു KSRTC ബസ് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ ബ്രേക്ക് ജാമാണ്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കിലോമീറ്ററുകൾ ബ്ലോക്കായി. 100 കണക്കിന് വണ്ടികളാണ്. അതിൽ ആംബുലൻസ് ഉണ്ട്, എയർപോർട്ടിൽ പോകുന്നവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരു വണ്ടിയും പോകാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ വണ്ടി എങ്ങനെയും മാറ്റിയാൽ മതിയാവും. ആ സമയത്ത് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ബ്രേക്ക് ജാമാണ്, എയർ ബ്രേക്ക് ജാമാണ് ആ സമയത്ത്. അപ്പം തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ ഒരു ബൈക്കിൻ്റെ വർക്ക്ഷോപ്പിൽ പോയി ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 ടൂൾസൊക്കെ എടുത്ത് നോക്കി. ആദ്യം ബസ്സിൻ്റെ അടിയിലൊക്കെ പോയി നോക്കി, നടന്നില്ല. പിന്നെ രണ്ടാമത് വീണ്ടും പോയി ടൂൾസ് എടുത്ത് ഏകദേശം കുറച്ച് സമയം വർക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് റിലീസായി. നിലവിൽ ഹൈവേ പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഡെനിന് മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്തായിരുന്നു ഡ്യൂട്ടി. യാത്രക്കാരുമായി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് മുരിങ്ങൂരിൽ എത്തിയപ്പോൾ എയർ ബ്രേക്ക് കംപ്ലൈൻറ്റ് ആയി വഴിയിൽ കുടുങ്ങുകയായിരുന്നു. KSRTC മെക്കാനിക്കുകൾ എത്താൻ കാലതാമസം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഡെനിൻ ഉടനെ തന്നെ യൂണിഫോമിൽ KSRTC ബസിൻ്റെ അടിയിലേക്ക് ചെന്ന് എയർ ബ്രേക്ക് ശരിയാക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ബ്ലോക്ക് ചാലക്കുടി കഴിഞ്ഞ് പേരാമ്പ്ര വരെ എത്തിയിരുന്നു. നാട്ടുകാരനായ മേലൂർ കരുവാപ്പടി സ്വദേശി പാലക്കോട്ട് പടിഞ്ഞാട്ടത്തിൽ വീട്ടിൽ സുനേഷ് എന്നയാളും മുരിങ്ങൂരിലെ വർക്ക്ഷോപ്പ് മെക്കാനിക്കുകളുടെയും സഹായത്തോടെ 90% ജോലിയും പൂർത്തീകരിച്ചതോടെ അവിടേക്ക് എത്തിച്ചേർന്ന KSRTC മെക്കാനിക്കുകൾ കൂടി സഹായത്തോടെ KSRTC ബസ് നീക്കിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. KSRTCയുടെ മെക്കാനിക്കുകൾ എത്തിച്ചേരുന്ന കാലതാമസം മനസ്സിലാക്കി യൂണിഫോമിൽ ഗ്രീസും ചളിയും ആകുമെന്നറിഞ്ഞിട്ടും അത് വകവയ്ക്കാതെ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഉടനടി നടപടിയെടുത്ത ഡെന്നിനെ മേലുദ്യോഗസ്ഥരും നാട്ടുകാരും അഭിനന്ദിച്ചു. ഡെന്നിൻ്റെ കൂടെ ഹൈവേ പോലീസിലെ സബ് ഇൻസ്പെക്ടർ ലിജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ്, ഷബീർ എന്നിവരും കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജു OG എന്നിവരും സഹായത്തിനുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുതി 4-ാം ക്ലാസ്സുകാരി. കൊടകര പേരാമ്പ്ര സ്വദേശി തെക്കിനിയത്ത് കോച്ചക്കാടൻ ജോയ്, സിൻസി ദമ്പതികളുടെ മകൾ ജനേസ K ജോയ് ആണ് ഇംഗ്ലീഷ് ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുതിയത്. 2 വർഷം കൊണ്ടാണ് എഴുതി പൂർത്തീകരിച്ചത്. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബൈബിൾ പകർത്തി എഴുതണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അന്നത്തെ മതബോധന പ്രധാനാധ്യാപകനായിരുന്ന മാഡ്സൺ തച്ചിലാണ് ഇംഗ്ലീഷ് ബൈബിൾ സമ്മാനിച്ചത്. പേരാമ്പ്ര സെൻ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ നടന്ന ജനേസയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ചടങ്ങിൽ ദേവാലയ വികാരി ഷാജു പീറ്റർ കാച്ചപ്പള്ളി ബൈബിൾ പ്രകാശനം ചെയ്തു. സഹവികാരി ഫാദർ ജോബി വട്ടക്കുന്നിൽ, ഫാദർ പോൾസൺ പാലിയേക്കര, പേരാമ്പ്ര പാലിയേറ്റീവ് വർക്കിംഗ് ഡയറക്ടർ ഫാദർ റിൻഡോ തെക്കിനിയത്ത്, പ്രധാനാധ്യാപിക ബിന്ദു ജെന്നി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. ഭരത രാഹുഗണ സംവാദം, അജാമിളമോക്ഷം, വൃത്രാസുരവധം, പ്രഹ്ലാദചരിതം, നരസിംഹാവതാരം എന്നിവ പാരായണം ചെയ്തു. മോഹനൻ വയലൂർ പിഷാരമാണ് യജ്ഞാചാര്യൻ. യജ്ഞം 19-ന് സമാപിക്കും. കൊരട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് പ്രതീക്ഷാ വയോജന ക്ലബിൻ്റെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി. ക്ലബ് അംഗം ജോർജ് നാൽപ്പാട്ടിൻ്റെ കൃഷിയിടത്തിൽ നടത്തിയ സംഗമം ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോണി VC റിപ്പോർട്ടും ട്രഷറർ ജോണി MO കണക്കും അവതരിപ്പിച്ചു.
ക്ലബ് അംഗം ജോർജ് മിലറ്റ് കൃഷിയെപ്പറ്റിയും നാടൻ കൃഷിയെക്കുറിച്ചും കൃഷിയിടത്തിലെ വിവിധതരം കൃഷി വിഭവങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു. കെ ഡേവിസ്, KO ജോസ്, വൈസ് പ്രസിഡന്റ് ഡേവിസ് ടി, ക്ലബ് അംഗം ആൻറ്റു PC എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മറ്റൊന്നുമല്ല, നേരത്തെ നമ്മുടെ കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബിലെ മെമ്പറുമായ ശ്രീ NK വർഗീസ്, അദ്ദേഹത്തിന് NK വർഗീസ് ജോർജ് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ജോർജിൻ്റെ ഈ കൃഷി സ്ഥലം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തം നിലയിലാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ചിരട്ട ഉപയോഗിച്ച് പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ കൃഷിയിലേക്ക് ജനങ്ങളെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ മില്ലറ്റ് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ചാമ, പുല്ല്, കുതിരവാലൻ, ചൊരിയോളം, കമ്പം, ഇങ്ങനെയുള്ള 5 കൂട്ടങ്ങൾ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിയേ, നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ? ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കാവലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടമിറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു. തളിർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ ആഗ്രഹം നിറവേറ്റി കളക്ടർ. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊരട്ടി മുരിങ്ങൂർ ജംഗ്ഷനിൽ ബ്രേക്ക് ഡൗൺ ആയ KSRTC ബസ് റിപ്പയർ ചെയ്യാൻ മുന്നിട്ടിറങ്ങി പോലീസുകാരൻ. ഇംഗ്ലീഷ് ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുതി 4ാം ക്ലാസ്സുകാരി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.